എന്നോട് ബൈക്ക് എടുക്കാൻ ആര് സജഷൻ ചോദിച്ചാലും ഞാൻ സ്ഥിരം പറയുന്ന കുറച്ച് പേരുകളുണ്ട്. ഹിമാലയൻ 450, അഡ്വഞ്ചർ 390, RTX, എക്സ്പൾസ് 210, അതുപോലെ തന്നെ നമ്മുടെ സ്ക്രാംബ്ലർ 400X, സ്പീഡ് 400, ഇങ്ങനെ പോകും ലിസ്റ്റ്. അപ്പോൾ എന്നോട് ആര് ചോദിച്ചാലും അല്ലെങ്കിൽ ഞാൻ ആരോട് ചോദിച്ചാലും ഞാൻ ഈ പറഞ്ഞ ബൈക്കുകളുടെ പേര് അതിൽ കോമൺ ആയിട്ട് കയറി വരും. അപ്പോൾ ശരിക്കും ഒരു പോയിന്റിലെത്തിയപ്പോൾ ഞാൻ ചിന്തിച്ചു, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്രയും ബൈക്കുകൾ മാത്രമേ ഉള്ളൂ. കാരണം ഈ പറഞ്ഞ ബൈക്കുകളുടെ പേര് കേട്ട് കേട്ട് മടുത്തു. ഇവരൊക്കെ നല്ല ബൈക്കുകൾ തന്നെയാണ്, അതിലൊരു സംശയമില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ ലിസ്റ്റിന് പുറത്തുള്ള ശരിക്കും നന്നായി റൈഡ് ചെയ്യാൻ പറ്റുന്ന നല്ല റിലയബിളായ, വാങ്ങിയാൽ വാങ്ങുന്നവരെ നിരാശപ്പെടുത്താത്ത, നല്ല ഓണർഷിപ്പ് എക്സ്പീരിയൻസ് തരുന്ന ചില ബൈക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ആരും സംസാരിക്കാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന ഞാൻ പോലും ഈ ബൈക്കുകളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് തന്നെ ഇപ്പോഴാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഹൈവേയിലും സിറ്റിയിലൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബൈക്കുകൾ ഓടിച്ചിട്ടുണ്ട്. അതിൽ അണ്ടർ റേറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് ബൈക്കുകളുണ്ട്. അണ്ടർ റേറ്റഡ് എന്ന് പറയുമ്പോൾ സെയിൽസ് കുറവാണ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സെയിൽസ് കുറവായതുകൊണ്ട് ഒരു ബൈക്ക് മോശമാണെന്ന് അർത്ഥമില്ല, സെയിൽസ് കൂടിയതുകൊണ്ട് ഏറ്റവും നല്ല ബൈക്കാണെന്നും അർത്ഥമില്ല. എനിക്ക് അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. അതിലാദ്യത്തേത്, ഒരു ബൈക്ക് ഓവർ ഷാഡോ ചെയ്യപ്പെടുന്നത് വേറൊരു ബൈക്കിൻ്റെ ഹൈപ്പ് കൊണ്ടാണ്. അതായത് ബൈക്ക് മോശമായതുകൊണ്ടല്ല, പക്ഷേ മറ്റൊരു ബൈക്ക് അതിൻ്റെ സ്പോട്ട് ലൈറ്റ് മുഴുവൻ എടുക്കുന്നത് കൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, ചില ബൈക്കുകൾ ആക്ച്വൽ റൈഡ് ചെയ്യുമ്പോൾ സ്പെക് ഷീറ്റിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് നന്നായിട്ട് പെർഫോം ചെയ്യും. ആ സർപ്രൈസ് ഫാക്ടർ തന്നെയാണ് ഈ റിയൽ അണ്ടർ റേറ്റഡ് ബൈക്കിൻ്റെ ലക്ഷണം. മൂന്നാമത്തെ കാരണം, ഒരു നല്ല ബൈക്കിന് കിട്ടേണ്ട അപ്രീഷിയേഷൻ വേറൊരു ബൈക്കിൻ്റെ സ്പോട്ട് ലൈറ്റ് കാരണം നഷ്ടപ്പെട്ടാൽ, ഈ ഒരു നല്ല ബൈക്ക് ആളുകൾ ഓടിച്ചു കഴിഞ്ഞ് അവർക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് തോന്നിക്കഴിഞ്ഞാലും ആ പോസിറ്റീവ് ഫീഡ്ബാക്ക് മറ്റുള്ളവരോട് പറയാൻ ഇവർ മടിക്കും. കാരണം കൂടുതൽ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇവർക്ക് ഉള്ളിൽ തന്നെ ക്രൗഡിൽ നിന്നും വ്യത്യസ്തമായി പോകുമെന്നുള്ളൊരു ചിന്ത വരും. ഈ ഒരു പൊതു സ്വഭാവം കാരണമാണ് പല ബൈക്കുകളും അണ്ടർ റേറ്റഡ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നത്. ഇനി നമുക്ക് ലിസ്റ്റിലേക്ക് കിടക്കാം. നമ്മുടെ ലിസ്റ്റിൽ 5ാമത്തെ ബൈക്ക് TVSൻ്റെ റോണിനാണ്. മോഡേൺ റിട്രോ സ്ക്രാംബ്ലർ എന്നൊക്കെ പറഞ്ഞ് കമ്പനി ലോഞ്ച് ചെയ്തെങ്കിലും ആ ഒരു ഹൈപ്പ് കഴിഞ്ഞപ്പോൾ ആളുകൾ ഈ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോയി. ഇതിൻ്റെ ലുക്ക് എല്ലാവർക്കും ഒന്നും അത്രത്തോളം ദഹിച്ചിട്ടില്ല. അതുതന്നെയാണ് ഇതിൻ്റെ സെയിൽ കുറയാനുള്ള കാരണവും. പക്ഷേ ഇത് ഓടിച്ചു നോക്കിയവർ ഇതൊരിക്കലും ഒരു മോശം ബൈക്കാണെന്ന് പറയില്ല. കാരണം ഞാൻ ഓടിച്ചു നോക്കിയ സമയത്ത് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനും കുറച്ച് സർപ്രൈസിങ് ആയിരുന്നു. വണ്ടിക്ക് അധികം പവറൊന്നുമില്ലെങ്കിലും ഒരു മോഡറേറ്റ് ടോർക്കൊക്കെ കിട്ടുന്നതുകൊണ്ട് ഒറ്റയ്ക്ക് സിറ്റിയിലൊക്കെ എടുത്തു പോകാൻ അടിപൊളിയാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, ഹാൻഡ്ലിംഗ് ചെയ്യാൻ ഈസിയാണ്, ട്രാഫിക്കിൽ മെനുവർ ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ സിറ്റി പെർഫോമൻസ് ആണ് ഈ ബൈക്കിൻ്റെ ശരിക്കുള്ള സ്ട്രെങ്ത്ത്. അതിനർത്ഥം ഇതുകൊണ്ട് ടൂർ ചെയ്യാൻ പറ്റില്ല എന്നല്ല. ഒരു 80 to 90 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് നൈസായിട്ട് ക്രൂസ് ചെയ്ത് പോവാം. അതിനപ്പുറത്തേക്ക് പുഷ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ബൈക്കല്ല ഇത്. എൻജിൻ്റെ ക്യാരക്ടർ നല്ല സ്മൂത്താണ്, നല്ല റിഫൈൻഡ് ആണ്. അതുപോലെ തന്നെ വൈബ്രേഷൻസും നല്ല രീതിയിൽ കുറവാണ്. പക്ഷേ പില്ലിയണയും കൊണ്ട് ടൂർ ചെയ്യുന്നത് അത്രത്തോളം പ്രാക്ടിക്കലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മൈലേജ് ആണെങ്കിൽ സിറ്റിയിൽ അറൗണ്ട് ഒരു 35ഉം ലോങ് പോകുന്ന സമയത്ത് 40 എബോവും കിട്ടുന്നുണ്ട്. ഇനി ഈ ബൈക്കിന് ഓവർ ഷാഡോ ചെയ്യുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് ഹണ്ടറാണ്. അതുപോലെ ഇറങ്ങിയ ആ ഒരു സമയത്ത് SD-യുടെ റോഡ്സ്റ്ററും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ റോഡ്സ്റ്റർ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയി. ഇപ്പോൾ റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്ത XSR 155 ഈ ബൈക്കിന് നല്ലൊരു റൈവലാണ്. കൂടുതൽ ആളുകളും XSR ചൂസ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. ഡെയിലി സിറ്റി കമ്മ്യൂട്ട് ഉള്ളവരും, മെയിനായിട്ട് ഫീൽഡ് വർക്കൊക്കെ ചെയ്യുന്നവർ, അതുപോലെ തന്നെ ഒക്കേഷണലി വീക്കെൻഡ് റൈഡ് പോകുന്നവർ, പിന്നെ ഇതിൻ്റെ ആ ഒരു യുണീക്ക് ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ബൈക്ക് നോക്കാം. കാരണം ഇതൊരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്താൻ പോകുന്നില്ല. പക്ഷേ ലുക്സിൻ്റെ കാര്യത്തിൽ പലപ്പോഴും പലരും ബ്ലെയിം ചെയ്യാൻ സാധ്യതയുണ്ട്. ലുക്സ് സബ്ജക്റ്റീവ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 80% ആളുകൾക്കും റോണിൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി നമ്മുടെ ലിസ്റ്റിൽ 4ാമതുള്ള ബൈക്ക് ശരിക്കും ഞാൻ വിശ്വസിക്കുന്നത് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അണ്ടർ റേറ്റഡ് ആണെന്നാണ്. ഇത് കേട്ടാൽ ഈ ബൈക്ക് ഇത്ര നല്ലതാണോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കും. ചിലപ്പോൾ ഈ ബൈക്ക് ഇറങ്ങിയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ആ ബൈക്കാണ് ഹീറോയുടെ കരിഷ്മ XMR 210. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ പഴയൊരു നൊസ്റ്റാൾജി അടിക്കും. പഴയ കരിഷ്മയുടെ ആ ഒരു ലെഗസി കീപ്പ് ചെയ്യാൻ വേണ്ടി ഇറക്കിയ ബൈക്കാണെങ്കിലും അതേ പേര് വെച്ചെങ്കിലും ആ ഒരു പേര് തന്നെ ഈ ബൈക്കിന് വിനയായി. കാരണം ആളുകൾ ഈ ബൈക്ക് കൂടുതലായിട്ട് കമ്പയർ ചെയ്യുന്നത് പഴയ കരിഷ്മയായിട്ടാണ്. ഒരിക്കലും അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പുതിയ എമിഷൻ നോംസ് കീപ്പ് ചെയ്യേണ്ടതുകൊണ്ട് പുതിയ എൻജിൻസൊക്കെ പഴയ എൻജിൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് പവർ ലെസ്സാണ്. ഇതിൻ്റെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ 210cc എൻജിനാണ്. ഇതിൻ്റെ അതേ എൻജിനാണ് എക്സ്പൾസ് 210 യൂസ് ചെയ്തേക്കുന്നത്. സിംഗിൾ സിലിണ്ടറാണ്, ഓയിൽ കൂൾഡാണ്. ഈ ഒരു ബൈക്ക് വളരെ കുറച്ച് സമയം എൻ്റെ കയ്യിൽ ഓടിക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളൂ. ആ ഒരു സമയം കൊണ്ട് തന്നെ എനിക്ക് ഇതെന്തുകൊണ്ടാണ് ആളുകളിലേക്ക് കൂടുതൽ എത്താത്തത് എന്നുള്ള ചിന്ത വന്നു. കാരണം എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ അത്യാവശ്യം നല്ലതായിരുന്നു. നല്ലൊരു സ്പോർട്സ് ടൂറാണ്. അതിൻ്റെ കാരണം അതിൻ്റെ എൻജിൻ്റെ ബിഹേവിയറും നമ്മുടെ സീറ്റിംഗ് പൊസിഷനും കൂടിയാണ്. R15 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സീറ്റിംഗ് കുറച്ചും കൂടെ കംഫർട്ടബിളാണ്. അതുപോലെ തന്നെ ലഗേജൊക്കെ കയറ്റി ലോങ് റൈഡ് പോയാലും നമ്മൾ അത്ര പെട്ടെന്ന് ടയർഡ് ആവത്തൊന്നുമില്ല. അതുപോലെ തന്നെ
3 ഡിജിറ്റ് സ്പീഡിൽ നല്ല രീതിയിൽ ക്രൂസ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. ഈ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റീനെ കുറിച്ച് ആളുകൾ നെഗറ്റീവ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 11 ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി. എൻ്റെ വീസ്ട്രോമിൻ്റെ ടാങ്ക് കപ്പാസിറ്റി 12 ലിറ്ററാണ്. അതുകൊണ്ട് തന്നെ വലിയ മാറ്റമില്ലാത്തതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. മാത്രമല്ല മോശമില്ലാത്ത മൈലേജ് തരുന്നത് കൊണ്ട് തന്നെ ഒരു 15 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉള്ള ഏകദേശം ഒരു 35-38 മൈലേജ് തരുന്ന വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന അതേ ഒരു റേഞ്ച് ഈ വണ്ടി ഓടിക്കുമ്പോഴും കിട്ടും. അത്യാവശ്യം 40-ന് മേലെ മൈലേജും കാര്യങ്ങളൊക്കെ ലോങ് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ടാങ്ക് കപ്പാസിറ്റീനെ കൗണ്ടർ ചെയ്യുന്ന ആ ഒരു ഫാക്ടറാണ് ഇതിൻ്റെ മൈലേജ്. ഇത് പില്യണൊക്കെ വെച്ചുകൊണ്ട് സിറ്റിയിൽ എത്ര കമ്മ്യൂട്ട് ചെയ്യാൻ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലെങ്കിലും ഹൈവേയിലേക്ക് വരുന്ന സമയത്ത് അടിപൊളിയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളിൽ കരിഷ്മയുള്ളവരുണ്ടെങ്കിൽ ലോങ് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് ഇടുക. പിന്നെ ഹീറോ ആയതുകൊണ്ട് റിലയബിലിറ്റിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഇതിൻ്റെ പാർട്സ് അവൈലബിലിറ്റി അടിപൊളിയാണ്. നെറ്റ്വർക്ക് വളരെ വലുതാണ്. ഈസി ആയിട്ട് റിപ്പയർ ചെയ്തെടുക്കാനും പറ്റും. അതാണ് ഹീറോയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇനി ഇതിനെ ഓവർഷാഡോ ചെയ്യുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് FZ250 ആണ്, പിന്നെ ഡ്യൂക്ക് 200 ആണ്. ഈ സെഗ്മെൻറ്റിലൊക്കെയാണ് കോമ്പറ്റീഷൻ. പക്ഷേ റിയൽ ഓവർഷാഡോയിങ് ചെയ്യുന്നത് കരിഷ്മയുടെ തന്നെ പഴയ മെമ്മറിയാണെന്ന് ഞാൻ പറയും. ആളുകൾ വാങ്ങാത്തതിൻ്റെ കാരണം ഇത് പഴയ കരിഷ്മ അല്ലല്ലോ എന്ന് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു മെൻ്റൽ ബ്ലോക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അത്രയും ഫെയറായിട്ട് ഈ ബൈക്കിനെ ആരും അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. ഇനി ആരൊക്കെ ഇത് വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൊസ്റ്റാൾജിയേക്കാൾ പ്രാക്ടിക്കൽ പെർഫോമൻസ് നോക്കുന്നവർ, ബാലൻസ്ഡ് ആയിട്ടുള്ള ടൂറിങ്ങും കമ്മ്യൂട്ടും ആ ഒരു നല്ല കോംബോ വേണ്ടവർ, ഇനി എടുക്കാൻ പാടില്ലാത്തവർ പഴയ കരിഷ്മയുടെ റീപ്ലേസ്മെൻറ്റായി കാണുന്നവരാണ്. അവരൊരിക്കലും ഈ വണ്ടിയിലേക്ക് നോക്കരുത്. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ മിസ്മാച്ച് ആവും. അടുത്തതായി നമ്മുടെ ലിസ്റ്റിലുള്ളത് ഒരു അണ്ടർ റേറ്റഡ് ലെജൻഡ് അല്ല, ഒരു ഫോർഗോട്ടൺ ലെജൻഡാണ്. ഇത് കാലം കഴിയുന്നതിനെ അണ്ടർ റേറ്റഡായി പോകുന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു സംശയം. ആ വണ്ടിയാണ് നമ്മുടെ ബജാജിൻ്റെ ഡോമിനാർ 400. അല്ല, ഇപ്പോൾ ഡോമിനാർ 350 എന്ന് വേണമെങ്കിൽ പറയാം. കോസ്റ്റ് ഒപ്റ്റിമൈസേഷന് വേണ്ടിയാണ് ഈ മാറ്റം എന്നും അല്ലാതെ വേറെ പല റീസൺസൊക്കെ വരുന്നുണ്ട്. ഏതൊക്കെയാണ് എനിക്ക് കറക്റ്റ് എന്നറിയില്ല. പക്ഷേ ബജാജ് ഒഫീഷ്യലി ഇപ്പോൾ ഇതിനെ ഡോമിനാർ 400 എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇതൊരു മാർക്കറ്റിംഗ് ഡിസിഷനാണ്, ടെക്നിക്കൽ ആക്യുറസി അല്ല. ഇതറിയാതെ പലരും കൺഫ്യൂസ് ആവാറുണ്ട്. പുതിയ ഡോമിനാറൊക്കെ ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്ക്രാംബ്ലർ 400ഉം ഇപ്പോൾ 350cc ആണ്. ഇതിൻ്റെയൊക്കെ എഞ്ചിൻ ക്യാരക്ടറിലേക്ക് വന്നാൽ ഇത് ശരിക്കും ഒരു ടോർക്കി ആയിട്ടുള്ള എഞ്ചിനാണ്. ലോ എൻഡ് മുതൽ മിഡ് റേഞ്ച് വരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പുള്ളുണ്ട്. ഹൈവേ പെർഫോമൻസ് വേറെ ലെവലാണ്. ഒരു 100-120 കിലോമീറ്ററിൽ എഫോർട്ട്ലെസ് ആയിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും. ഞാനൊരു ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ ഡോമിനാർ എടുത്തിട്ട്, അത് 400 ആയിരുന്നു, അതെടുത്തിട്ട് നമ്മുടെ നാട്ടിൽ ഞാൻ സ്ഥിരം പോകുന്ന റൂട്ട് പോയ സമയത്ത് ഞാൻ വെറുതെ മീറ്ററിലേക്കൊക്കെ നോക്കി. അപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് ഞാൻ പോകുന്ന സ്പീഡ് 117 കിലോമീറ്ററിലായിരുന്നു. ആ ഒരു സ്പീഡ് എനിക്ക് വണ്ടിയിൽ ഫീൽ ചെയ്തിട്ടേ ഇല്ല. അത്രയും എഫോർട്ട്ലെസ് ആയിട്ടാണ് വണ്ടി കയറിപ്പോകുന്നത്. ഒരിക്കലും ആ ഒരു സ്പീഡിൽ പോകാൻ വേണ്ടി ഞാൻ എൻകറേജ് ചെയ്യില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മീറ്റർ നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ 3 ഡിജിറ്റിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. വണ്ടിയിലിരിക്കുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യത്തേ ഇല്ല. ഇത് ഓപ്പൺ റോഡിന് വേണ്ടിയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇതൊരിക്കലും സിറ്റിയിലേക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അതിന് ഇതിൻ്റെ വെയിറ്റും കൂടെ ഒരു ലിമിറ്റിംഗ് ഫാക്ടറാണ്. മൈലേജ് ഏകദേശം 27-30 ആ ഒരു റേഞ്ചിൽ കിട്ടുന്നതാണ്. 32 വരെ കിട്ടുന്നവരും ഉണ്ട്. അത് ഈ ഒരു സെഗ്മെൻറ്റിനനുസരിച്ച് ഡീസൻ്റ് ആയിട്ടുള്ളൊരു മൈലേജാണ്. ഇനി റിലയബിലിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബജാജിൻ്റെ റെക്കോർഡ് ഡീസൻ്റാണ്. ചില ഇലക്ട്രിക്കൽ ഇഷ്യൂസൊക്കെ ഈ വണ്ടിക്ക് ഒക്കേഷണലി റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ടെങ്കിലും അതൊന്നും ഒരു മേജർ കൺസേൺ അല്ല. ഷോറൂം തന്നെ റിസോൾവ് ചെയ്ത് കൊടുക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഈ വണ്ടിയുടെ കാര്യത്തിൽ വാല്യൂ ഫോർ മണി എന്നുള്ള ഒരു ഫാക്ടർ ഭയങ്കര എക്സലൻ്റ് ആണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഇത്രയും ടൂറിംഗ് കേപ്പബിലിറ്റി ഓഫർ ചെയ്യുന്ന വേറൊരു ബൈക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതിനെ ആരാണ് ഓവർഷാഡോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. മെയിനായിട്ട് ഓവർഷാഡോ ചെയ്യുന്നത് KTMൻ്റെ അഡ്വഞ്ചർ 390 ആണ്. അതുപോലെ തന്നെ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയനും. ഈ രണ്ട് ബൈക്കുകളും ഈ സെഗ്മെൻറ്റിലുള്ള കംപ്ലീറ്റ് സ്പോട്ട്ലൈറ്റും എടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഡോമിനാർ ഇപ്പോൾ കുറച്ച് അണ്ടർ റേറ്റഡ് ആയിപ്പോയത്. കൂടാതെ ഈ ഒരു സമയത്ത് ADV സെഗ്മെൻറ്റിന് കിട്ടുന്ന ഓവർ ഹൈപ്പ് കൂടിയാണ് ഡോമിനാർ അണ്ടർ റേറ്റഡ് ആയി പോകാനുള്ള കാരണം. ആരൊക്കെ ഇത് ഫോക്കസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്യുവറായിട്ട് ഹൈവേ ടൂറിംഗ് എക്സ്പീരിയൻസ് ഫോക്കസ് ചെയ്യുന്നവർക്ക് പറ്റിയ ബൈക്കാണ്. നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു ബൈക്കാണ്. ആരാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് റോഡിങ്ങൊക്കെ ഫോക്കസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ബൈക്കല്ല ഇത്. ഇനി നമ്മുടെ ലിസ്റ്റിൽ ടോപ്പായിട്ട് 2 ബൈക്കുകളാണ് ബാക്കിയുള്ളത്. അടുത്ത ബൈക്ക് ഒരു ക്വയറ്റ് പെർഫോമറാണ്. ശരിക്കും ആ ബൈക്കിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ എനിക്ക് ചെറിയൊരു മടിയുണ്ട്. കാരണം അതെൻ്റെ ബൈക്ക് തന്നെയാണ്, സുസുക്കി വീസ്ട്രോം SX250. ഈ ബൈക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇഗ്നോർ ചെയ്യപ്പെടുന്ന ഒരു ജെമ്മായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ, സുസുക്കി ബ്രാൻഡിന് ഇന്ത്യയിൽ ആ ഒരു മാസ് അപ്പീലില്ല മറ്റ് ബ്രാൻഡ്സിനെ പോലെ. എൻജിൻ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് നാളായിട്ട് കണ്ടുവരുന്ന സുസുക്കിയുടെ ആ ഒരു ടിപ്പിക്കൽ ബുള്ളറ്റ് പ്രൂഫ് എൻജിനാണ് ഈ ബൈക്കിലും കൊടുത്തേക്കുന്നത്. എൻജിൻ മാത്രമല്ല മറ്റ് പല പാർട്സുകളും ജിക്സറിൽ നിന്ന് കടമെടുത്തിട്ടാണ് വീസ്ട്രോം ഉണ്ടാക്കിയേക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഒരു മേക്ക് ഓവർ ചെയ്ത ജിക്സറാണ് V-Strom എന്ന് ഒരുപാട് പേര് കമൻ്റ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഒരു പരിധിവരെ ശരിയാണ്. സസ്പെൻഷനും കാര്യങ്ങളൊക്കെ സെയിം ആണെങ്കിലും ഇതിൻ്റെ സബ് ഫ്രെയിം മാറ്റമുണ്ട്, സ്പ്രോക്കറ്റിംഗ് മാറ്റമുണ്ട്, അതുപോലെ തന്നെ വീൽ സൈസ് മാറ്റമുണ്ട്, ഗ്രൗണ്ട് ക്ലിയറൻസ് മാറ്റമുണ്ട്, ടോട്ടൽ വീൽ ബേസിൽ തന്നെ മാറ്റമുണ്ട്. ടോപ്പ് സ്പീഡ് ഏകദേശം 140 to 150 ആണ്. നമുക്ക് കംഫർട്ടബിളായിട്ട് 120 to 130 റേഞ്ചിൽ ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും. ചെറിയൊരു വൈബ്രേഷൻ 115 കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് ഫുഡ് പാക്കിൽ നിന്നാണ്. ബൂട്ട് ഇടുന്ന സമയത്ത് ഫീൽ ചെയ്യാറുമില്ല. ഈ ഒരു ഡിജിറ്റിൽ സ്മൂത്തായി ക്രൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഏകദേശം ഒരു 35 to 38 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഇനി നമ്മൾ ബിലോ 100ലാണ് ക്രൂസ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 46 വരെ കിട്ടും. എനിക്ക് ലാസ്റ്റ് ടൈം വാൽപ്പാറ പോയ സമയത്ത് കിട്ടിയ മൈലേജ് 47 ആണ്. എനിക്ക് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ഹാർഡ് കോർ ഓഫ് റോഡ് പോയിട്ട് നിങ്ങളന്ന് തിരിച്ച് വീട്ടിലെത്തുന്നത് വളരെ വൈകിട്ടാണ്. പിറ്റേന്ന് നിങ്ങൾക്ക് ലഡാക്ക് വരെ റൈഡ് പോകാനുണ്ട്. നിങ്ങൾ വണ്ടി കൊണ്ടുവച്ചു, പിറ്റേന്ന് രാവിലെ എടുത്തു, നേരെ ലഡാക്കിലേക്ക് പോയി. നിങ്ങൾക്ക് ജനറൽ ചെക്കപ്പ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല. വണ്ടി സുഖമായിട്ട് നിങ്ങളുടെ ലഡാക്ക് വരെ കൊണ്ടുപോവുകയും ചെയ്യും, തിരിച്ചും കൊണ്ടുവരും. ആ ഒരു കോൺഫിഡൻസ് സുസുക്കി നമുക്ക് തരുന്നുണ്ട്. ആ ഒരു ലെവൽ ഓഫ് ഓണർഷിപ്പ് എക്സ്പീരിയൻസ് നമുക്ക് V-Stromൽ നിന്നും കിട്ടും. പക്ഷേ സർവീസിൻ്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഒരു ചെറിയ കംപ്ലൈൻറ്റ് വന്നാൽ പോലും അവരത് പരിഹരിച്ച് തരില്ല. പക്ഷേ സുസുക്കി ആയതുകൊണ്ട് തന്നെ കംപ്ലൈൻറ്റ് വരാനും സാധ്യത വളരെ കുറവാണ്. അപ്പോൾ സർവീസിൻ്റെ ആ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസിനെ നമ്മുടെ വണ്ടിയുടെ ക്വാളിറ്റി കൗണ്ടർ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് തന്നെയായാലും ജനറൽ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷോറൂമിൽ പോയേ പറ്റൂ, അറ്റ്ലീസ്റ്റ് വാറണ്ടി തീരുന്നത് വരെയെങ്കിലും. ഇനി ഇതിനെ ഓവർഷാഡോ ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനെ ഓവർഷാഡോ ചെയ്യുന്നത് എക്സ്പൾസ് 210 ആണ്. അഡ്വഞ്ചർ 390 ഒക്കെ ആയിട്ടാണ് ആളുകൾ കമ്പയർ ചെയ്യുന്നത്. അത് ഈ ഒരു സെയിം സെഗ്മെൻറ്റ് പോലുമല്ല. പോരാതെ തന്നെ ഹിമാലയനായിട്ട് കമ്പയർ ചെയ്യുന്നവരുണ്ട്, അഡ്വഞ്ചർ 250 ആയിട്ട് കമ്പയർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയ RTX ആയിട്ടും ആളുകൾ കമ്പയർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റൈവൽസിനെ വെച്ച് നോക്കുന്ന സമയത്ത് V-Stromന് ഒട്ടും സസ്പെൻഷൻ ട്രാവലില്ല, അതുപോലെ തന്നെ ഫീച്ചേഴ്സും ഇല്ല. അറ്റ്ലീസ്റ്റ് സ്വിച്ചബിൾ ABS പോലും ഇല്ല. നമ്മൾ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള വണ്ടികളെക്കുറിച്ച് ചോദിക്കുമ്പോൾ, നമ്മൾ എന്തുകൊണ്ടാണ് V-Strom എടുക്കേണ്ടതെന്ന് എക്സിക്യൂട്ടീവിനോട് ചോദിക്കുമ്പോൾ എക്സിക്യൂട്ടീവിന് നമുക്ക് പറഞ്ഞു തരാൻ ഒരു പോയിൻ്റ് ഇല്ല. അവർക്ക് പറയാനുള്ളത് റിലയബിലിറ്റി എന്ന് മാത്രമാണ്. അത് ശരിയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ റിലയബിൾ ആവാൻ കാരണം? ഞാൻ ചിന്തിച്ച സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ എൻജിൻ്റെ പൊട്ടൻഷ്യൽ കംപ്ലീറ്റായി യൂസ് ചെയ്യുന്നില്ല. എൻജിൻ്റെ പെർഫോമൻസ് ലിമിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഒരു എൻജിൻ അതിൻ്റെ കംപ്ലീറ്റ് പെർഫോമൻസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡാമേജ് ആവുള്ളൂ. സുസുക്കി ആ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് പവറും ടോർക്കും നമ്മുടെ റൈവൽസിനേക്കാളും കുറച്ചുകൂടെ കുറവായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കുറച്ചുകൂടെ റിലയബിലിറ്റി കിട്ടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. റീസെയിൽ വാല്യൂ കുറവാണ്. ADV കമ്മ്യൂണിറ്റിയിൽ ഇതിനെക്കുറിച്ച് അധികാരം ഡിസ്കസ് ചെയ്യുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് ഈ വണ്ടി കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടാത്തത്. ഇനി ആരൊക്കെ ഇത് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിഫൈൻഡ് ആയിട്ടുള്ള എൻജിൻ വേണം, കുറച്ച് മെയിൻ്റനൻസ് മതി, ഡെയിലി കമ്മ്യൂട്ടിനും അതുപോലെ തന്നെ ഒക്കേഷണൽ ടൂറിങ്ങിനും വല്ലപ്പോഴും ഒന്ന് ഓഫ് റോഡിനൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ബൈക്കാണ്. ഇനി ആരൊക്കെ ഇത് നോക്കരുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സീരിയസ് ആയിട്ടുള്ള ഹാർഡ് കോർ ഓഫ് റോഡ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളൊരു വണ്ടിയല്ല സുസുക്കി V-Strom. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലിസ്റ്റിൽ ടോപ്പിലുള്ള ആ ഒരു ബൈക്കിനെ കുറിച്ചാണ്. ശരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്രത്തോളം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ബൈക്ക് ഞാൻ കണ്ടിട്ടേ ഇല്ല. ആ ബൈക്കാണ് നമ്മുടെ KTM അഡ്വഞ്ചർ 250. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, KTM 250 അണ്ടർ റേറ്റഡ് ആണോ എന്ന്. അഡ്വഞ്ചർ 250 ശരിക്കും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു മെഷീൻ തന്നെയാണ്. കാരണം എല്ലാവരും KTM 390 അഡ്വഞ്ചറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഷോറൂമിൽ ചെന്നാൽ സെയിൽസ് പേഴ്സൺ പോലും ആദ്യം പുഷ് ചെയ്യുന്നത് 390 ആണ്. പക്ഷേ 250 അഡ്വഞ്ചറിനെ കുറിച്ച് ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അതുതന്നെയാണ് ഈ ബൈക്കിൻ്റെ ഏറ്റവും വലിയ ട്രാജഡിയും. എന്തുകൊണ്ടാണ് ഇതിനെ എല്ലാവരും 390 ആയിട്ട് കമ്പയർ ചെയ്യുന്നത്? അതിൻ്റെ മെയിൻ കാരണം ഇതിൻ്റെ ഡിസൈനും 390യുടെ ഡിസൈനും ഏകദേശം ഐഡൻറ്റിക്കലാണ്. സൈഡ് ബൈ സൈഡ് നിർത്തിയാൽ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ലുക്ക് ഐഡൻറ്റിക്കൽ ആയതുകൊണ്ടായിരിക്കും പെർഫോമൻസും കൂടെ എല്ലാവരും കമ്പയർ ചെയ്യുന്നത്. ഇത് ഒരു 249cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. ഏകദേശം 30 PS പവർ. 390നെ അപേക്ഷിച്ച് പവർ കുറവാണ്, സത്യമാണ്. പക്ഷേ ഈ എഞ്ചിന് ഒരു സ്വീറ്റ് ലീനിയർ പവർ ഡെലിവറി ഉണ്ട്. അഗ്രസീവ് അല്ലെങ്കിലും വളരെ പ്രഡിക്റ്റബിൾ ആണ്. ഈ ഒരു പ്രഡിക്റ്റബിലിറ്റി ഓഫ് റോഡിൽ നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം സഡൻ പവർ സ്പൈക്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓഫ് റോഡിൽ വണ്ടി ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. ഹൈവേ പെർഫോമൻസും അടിപൊളിയാണ്. ഞാൻ ഇതുവരെ ഇതിൽ 3 ഡിജിറ്റ് സ്പീഡിൽ ക്രൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ചെയ്തവർ പറഞ്ഞ എക്സ്പീരിയൻസ് വെച്ചിട്ട് സുഖമായിട്ട് ഒരു 120 റേഞ്ചിലൊക്കെ നമുക്ക് ക്രൂസ് ചെയ്ത് പോവാം. ഇതിനപ്പുറം പുഷ് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ എഞ്ചിൻ അല്പം സ്ട്രെയിൻഡ് ആയിട്ട് ഫീൽ ചെയ്യും. സിറ്റി പെർഫോമൻസും മൈലേജും ഇവിടെ വളരെ അണ്ടർ റേറ്റഡ് ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ എർഗണോമിക്സ് കുറച്ച് നേരോ ആണ്. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് മാനുവർ ചെയ്ത് കൊണ്ടുപോകാം. ഡെയിലി കമ്മ്യൂട്ടിന് ഒരു ഹെവി അഡ്വഞ്ചർ ബൈക്കിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഈ ബൈക്ക് തരില്ല.
അതുമാത്രമല്ല ഒരുപാട് ഓണേഴ്സിന് എബോവ് 40 മൈലേജും ഈ വണ്ടി കൊടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എല്ലാം ഒത്തിണങ്ങിയ ഒരു ഓൾറൗണ്ടർ അഡ്വഞ്ചർ ബൈക്കാണ് അഡ്വഞ്ചർ 250. ശരിക്കും ഇതിന് വേണ്ടത്ര അംഗീകാരം ഇതിന് കിട്ടിയിട്ടില്ല. ഇനി ഇതിന് കിട്ടുമോയെന്നും എനിക്കറിയില്ല. ഇനി ഈ ബൈക്കിനെ ഓവർഷാഡോ ചെയ്യുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. ശരിക്കും അഡ്വഞ്ചർ 390 തന്നെയാണ്, ഇതിൻ്റെ സ്വന്തം ഫാമിലി തന്നെയാണ് ഇതിനെ ഓവർഷാഡോ ചെയ്യുന്നത്. ബിഗർ ഈസ് ബെറ്റർ എന്നുള്ള ആളുകളുടെ ആ ഒരു മെൻറ്റാലിറ്റി മാറിയാൽ തന്നെ നമ്മുടെ അഡ്വഞ്ചർ 250ക്ക് സെയിൽ കൂടും. പെർഫോമൻസ്, വെയിറ്റ്, ടൂറിംഗ് എബിലിറ്റി, ഫ്യൂൽ എഫിഷ്യൻസി, ഒപ്പം ഓണർഷിപ്പ് കോസ്റ്റും, ഈ 5 ഫാക്ടേഴ്സിൻ്റെയും ഏറ്റവും നല്ല ബാലൻസ് ഓഫർ ചെയ്യുന്ന ബൈക്കാണ് അഡ്വഞ്ചർ 250. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ലിസ്റ്റിൽ നമ്പർ 1 ആയത്. ഇനി നമ്മൾ പറഞ്ഞത് നമുക്കൊന്നുകൂടെ റീക്യാപ്പ് ചെയ്യാം. നമ്മുടെ ടി വി എസിൻ്റെ റോണിൻ സിറ്റിയിൽ ഒരു സ്റ്റൈലിഷ് പ്രാക്ടിക്കൽ കമ്പാനിയനാണ്. കരിഷ്മയാണെങ്കിൽ പഴയ ഒരു ലെഗസിയിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ബ്ലോക്കായി നിൽക്കുന്ന ഒരു ബാലൻസ്ഡ് ആയ പെർഫോമർ. നമ്മുടെ ഡൊമിനാർ ആണെങ്കിൽ ഇപ്പോൾ 350cc എൻജിൻ വെച്ചിട്ട് ഹൈവേയിൽ ഇപ്പോഴും ടൂറിങ്ങിൽ ഒട്ടും മോശമല്ല, ടൂറിങ് കിങ് ആണ്. വിസ്ട്രോം ആണെങ്കിൽ സുസുക്കിയുടെ അണ്ടർ റേറ്റഡ് ജം എന്നേ പറയാനുള്ളൂ. ഇനി നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതുള്ള KTM അഡ്വഞ്ചർ 250. ബാലൻസിൻ്റെ ഒരു ഡെഫിനിഷൻ തന്നെയാണ് അഡ്വഞ്ചർ 250. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞതിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ആവർത്തിച്ച് പറയട്ടെ. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് വേറൊരു ലിസ്റ്റ് ഉണ്ടാകും, അതും തെറ്റല്ല. ബൈക്കിൻ്റെ കാര്യത്തിൽ കറക്റ്റ് ആൻസർ എന്നൊന്നുമില്ല, ഓരോരുത്തരുടെയും നീഡ്സ് വേറെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് എന്തെങ്കിലും കാര്യത്തിന് ഡിസഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.